ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളോടൊപ്പം പൊന്നിയൂർക്കുളം സാന്നിധ്യം. ഇത് ഷെയർ മാർക്കറ്റ് റിവ്യൂ പരിപാടിയുമായിട്ട് നമ്മളൊരു പുതിയ എപ്പിസോഡുമായിട്ടാണ് ഇപ്രാവശ്യം വരുന്നത്. അതായത് സ്വർണത്തിൻ്റെ ആ ഒരു വ്യാപാരത്തെക്കുറിച്ച് അല്ലെങ്കിൽ അതിൻ്റെ വിലയെക്കുറിച്ച്. സ്വർണം വാങ്ങിക്കുന്നത് അബദ്ധമാണോ എന്നുള്ളതാണ് ചോദ്യം. ചില സുഹൃത്തുക്കളെ നമ്മളടുത്ത് അതിനെക്കുറിച്ച് സംസാരിക്കേണ്ടായി. സ്വർണം വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് അപ്രീസിയേഷൻ ഉണ്ടോ, മറ്റ് നല്ല സ്റ്റോക്കുകൾ വാങ്ങിക്കുന്നതല്ല നല്ലത്, അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് വാങ്ങിക്കുന്നതല്ല നല്ലതെന്നുള്ള ഒരു ചോദ്യം ഉണ്ടായി. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു ഇതാണ്. സത്യത്തിൽ ഗോൾഡ് നല്ലൊരു അസറ്റാണ്. ഗോൾഡിൽ നിന്ന് നമുക്ക് ഒരു സുസ്ഥിരതയുള്ള ഇതാണ്. എന്ത് മാർക്കറ്റ് ഇടിയുമ്പോഴും ഗോൾഡിൽ അതിൻ്റെ ഒരു സസ്റ്റൈനബിലിറ്റി ഉണ്ടാവും, നിലനിൽപ്പുണ്ടാവും. പക്ഷേ മറിച്ച് അതുകൊണ്ട് വലിയ വളർച്ചയില്ല. പിന്നെ മാത്രമല്ല, എന്തുകൊണ്ട് സ്വർണം പലരും വാങ്ങിക്കുന്നത് ആഭരണ രൂപത്തിലാണ്. ഈ ആഭരണ രൂപത്തിൽ സ്വർണം വാങ്ങിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് എന്താ സംഭവിക്കുന്നതിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. എന്നുകൊണ്ട് 2024 ഏപ്രിൽ 9 കണക്കനുസരിച്ച് ഒരു പവൻ സ്വർണത്തിൻ്റെ, അതായത് 22 ക്യാരറ്റ് 8 ഗ്രാം വില 55,100 രൂപയാണ്. ഗ്രാമിനാകട്ടെ ഇത് 5,510 രൂപയാണ് വില. ചൈന കഴിച്ചാൽ ഇന്ത്യ ഏറ്റവും വലിയ സ്വർണ്ണ ഉപഭോക്തൃ രാജ്യങ്ങളിൽ ഒന്നാണ്. വേൾഡ് ഗോൾഡ് കൗൺസിലിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് 2023 ഇന്ത്യയുടെ സ്വർണ്ണ ഇറക്കുമതി 780.7 ടണ്ണായിരുന്നു. 2024 800-900 ടണ്ണായി ഉയരാനാണ് സാധ്യത എന്ന് ഈ രംഗത്തെ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. ഇതിൽ ഏറിയ പങ്കും വാങ്ങിക്കുന്നത് കേരളവും തൊട്ടടുത്ത് നിൽക്കുന്നത് തമിഴ്നാടുമാണ്. കേരളത്തിൽ മാത്രം ഏകദേശം 15,000 ജ്വല്ലറികളാണ് പ്രവർത്തിക്കുന്നത്. ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചൻസ് അസോസിയേഷൻ്റെ കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ് ഇതെല്ലാം. ഇതിൽ 7,000 ജ്വല്ലറികൾ പ്രതിവർഷം 40 ലക്ഷത്തിലധികം ടേൺ ഓവർ ഉള്ള സ്ഥാപനങ്ങളാണ്. ഇതിൽ തന്നെ പല ജ്വല്ലറികൾക്കും ലോകത്തിലെ പല രാജ്യങ്ങളിലുമായി 200-300 ഒക്കെ ബ്രാഞ്ചുകളാണുള്ളത്. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ, പ്രത്യേകിച്ചും മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ സ്വർണ്ണ വ്യാപാരികളിൽ ഏറിയ പങ്കും ഇന്ത്യക്കാരും അതിൽ കൂടിയ ശതമാനം മലയാളികളുമാണ്. ഇത് വളരെ രസകരമായിട്ടുള്ള, അല്ലെങ്കിൽ കൗതുകകരമായിട്ടുള്ള, അല്ലെങ്കിൽ നമുക്കൊക്കെ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു വാർത്തയാണ് അത്. സത്യത്തിൽ മലയാളികൾക്ക് സ്വർണത്തോടുള്ള ഭ്രമം മലയാളികളുടെ ചരിത്രം മുതൽ തന്നെ ഉള്ളതാണെന്ന് തോന്നുന്നു. പെൺകുട്ടികളെ കെട്ടിക്കുന്നതിനും ഗിഫ്റ്റ് നൽകുന്നതിനുമായി സ്വർണ്ണാഭരണങ്ങൾ തന്നെയാണ് തിരഞ്ഞെടുക്കുന്നത്. പെൺകുട്ടികളുടെ ചെറുപ്രായത്തിൽ തന്നെ രക്ഷിതാക്കൾ ആഭരണങ്ങൾ വാങ്ങി സ്വരുക്കൂട്ടാൻ തുടങ്ങും. ഇത് കെട്ടാൻ പോണ ചെറുക്കന്മാരും ഇത് തന്നെ ചെയ്യുന്നത്. അവർ കണ്ടമാനം വാങ്ങിച്ചു കൊണ്ടൊരു ഇട്ട് കൊടുക്കുന്നത് ഒരു അന്തസ്സ്, ഒരു അഭിമാനമായിട്ടാണ് കണക്കാക്കുന്നത്. അത് കുറേ സ്വർണം ആഭരണ രൂപത്തിൽ ധരിച്ചുകൊണ്ട് പെൺകുട്ടികൾ നടക്കുക, അതല്ലെങ്കിൽ മറ്റ് ഫങ്ഷനൊക്കെ പോകുമ്പോൾ അത് ധാരാളം ആഭരണം ഇട്ടുകൊണ്ട് നടക്കുക. പ്രത്യേകിച്ചും മലയാളികളുടെ ഇടയിലാണ് ഇതിനത്, മുസ്ലിംസിൻ്റെ ഇടയിലാണ് കൂടുതൽ. ഒരു ഭാഗത്തെ പറ്റി പറയല്ല, നമ്മൾ സാധാരണ കണ്ടുവരുന്ന ഒരു രീതിയാണ് പറയുന്നത്. അപ്പോൾ ഈ സ്വർണ്ണ ആഭരണങ്ങൾ ഇങ്ങനെ വാങ്ങിക്കുന്നതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നതാണ് നമ്മളെ ഒരു സ്റ്റഡി. സ്വർണം വാങ്ങുന്നത് അബദ്ധമാണോ എന്നാണ് നമ്മുടെ സുഹൃത്ത് നേരത്തെ ചോദിച്ചത്. അതിനുള്ളൊരു മറുപടിയും കൂടിയാണ്. കാരണം സ്വർണം ആഭരണത്തെ രൂപത്തിൽ വാങ്ങുമ്പോൾ വലിയ തുക നൽകേണ്ടി വരുന്നുണ്ട്. ഇത് പലരും വേണ്ടത്ര മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് തോന്നുന്നത്. 1 ഗ്രാം സ്വർണത്തിൻ്റെ 265 ദിർഹമാണ് UAE വില. ഇത് ശ്രദ്ധിച്ച് കേൾക്കണം, അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് കേൾക്കാവുന്നതാണ്. 1 ഗ്രാം സ്വർണത്തിന് 265 രൂപയാണ് UAE. ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്ന സമയത്തിനനുസരിച്ചുള്ള ഒരു കണക്ക്. അതായത് 2024 ഏപ്രിൽ 2ാമത്തെ ആഴ്ച 10-ാം തീയതിയാണ് ഇത് ചെയ്യുന്നത്. 1 ഗ്രാം സ്വർണ്ണാഭരണം വാങ്ങുമ്പോൾ 15 ദിർഹം മുതൽ 30 ദിർഹം വരെ പണിക്കൂലി കൊടുക്കണം. അത് ശരാശരി 25 രൂപയൊക്കെ ആവറേജ് കണക്കാക്കിയിട്ടാണ് കിട്ടുന്നത്. മിക്കവാറും ആഭരണങ്ങൾക്ക് 25-20 അങ്ങനെ ഉണ്ടാവില്ല. 15 തന്നെ നമ്മൾ ബാർഗൈൻ ചെയ്ത് ചോദിച്ചാൽ ഏതെങ്കിലും ജ്വല്ലറിക്ക് കിട്ടിയാലോ ഇല്ലെങ്കിലായി. അപ്പോൾ ഈ 25 രൂപ ഒക്കെ വെച്ചിട്ട് ഇവർക്ക് ശരാശരി കിട്ടും. അപ്പോൾ നമ്മൾ 225 ദിർഹംസിൻ്റെ സാധനത്തിനാണ് ഈ 25 രൂപ കൊടുക്കുന്നത്. അത് മനസ്സിലാക്കണം. അപ്പോൾ രൂപയിലാണെങ്കിലും നാട്ടിലും ഇത് തന്നെയാണ് സ്ഥിതി. ശരാശരി 25 ദിർഹമാണ് അപ്പോൾ നമ്മൾ കൊടുക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു. ഇത് വലിയ ഒരു നഷ്ടം തന്നെയാണ്. സ്വർണം വിൽക്കുമ്പോൾ ഈ പണിക്കൂലി ഒരിക്കലും തിരികെ ലഭിക്കുന്നില്ല. അതുകൊണ്ടാണ് പലരും പറയുന്നത് ജ്വല്ലറി മുതലാളിമാർ 200-300 ഒക്കെ ബ്രാഞ്ച് തുടങ്ങുന്നത് ഇങ്ങനെ ഭാരിച്ച പണിക്കൂലി വാങ്ങിയിട്ടും മറ്റുമാണെന്നാണ്
പലരുടെ അഭിപ്രായം. സ്വർണം വിൽക്കുമ്പോൾ വേറെയും നഷ്ടങ്ങളുണ്ട്. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വേറെയും കുറേ നഷ്ടങ്ങൾ ഇതിനകത്ത് കിടപ്പുണ്ട്. നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന കുറേ കാര്യങ്ങളാണ്. ചെറിയ ചെറിയ കല്ലുകൾ പതിച്ചാണ് ആഭരണങ്ങൾ പണിയുന്നത്. നമുക്കൊക്കെ അറിയാം, ഒരു ആഭരണം വാങ്ങിച്ചു നോക്കിയാൽ അതിൻ്റെ മുകളിൽ കണ്ടമാനം കല്ലുണ്ടാവും. ചിലപ്പോൾ സ്വർണ്ണത്തേക്കാൾ കൂടുതൽ തൂക്കത്തിൽ കല്ലുണ്ടാവും. സ്വർണം വാങ്ങുന്ന സമയത്ത് നക്കാപ്പിച്ച വിലയില്ലാത്ത ഇമിറ്റേഷൻ കല്ലുകൾക്ക് സ്വർണത്തിൻ്റെ വില തന്നെ ജ്വല്ലറിക്കാർ ഉപഭോക്താക്കളോട് വാങ്ങിക്കുന്നുണ്ട്. കാരണം സ്വർണം അത് അവർ ചെയ്യുന്നത് ഈ ആഭരണം എല്ലാം കൂടി ഒന്നിച്ച് തൂക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്വർണത്തിൻ്റെ വില മൊത്തം ഈ കല്ലിനും കൂടി കൊടുക്കേണ്ടതായിട്ട് വരുന്ന ഒരവസ്ഥ ഉണ്ട്. ഇത് പലർക്കും അറിയാം, ചിലർക്ക് അറിയില്ല. അറിഞ്ഞോ അറിയാതെ അതിൽ അങ്ങ് അത് വാങ്ങിച്ചു പോകുന്നു. വിൽക്കുന്ന സമയത്താകട്ടെ ഈ കല്ലുകൾ ഇളക്കി മാറ്റി ബാക്കി വരുന്ന സ്വർണത്തിന് മാത്രമാണ് വില നൽകുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണ്. ഡയമണ്ട് ആഭരണങ്ങൾ ആണ് വാങ്ങിക്കുന്നതെങ്കിൽ അതിനകത്താണെങ്കിലും സ്വർണം ഡയമണ്ട് പതിച്ച ആഭരണമാണ് വാങ്ങിക്കുന്നതെങ്കിലും വിൽക്കുമ്പോൾ വാങ്ങിയതിൻ്റെ പകുതി പോലും വില ലഭിക്കില്ല. കാരണം ഡയമണ്ട് നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ വാങ്ങിക്കുന്ന സമയത്ത് ചിലപ്പോൾ സ്വർണ്ണത്തിക്കാളൊക്കെ വില കൊടുക്കേണ്ടി വരുമ്പോൾ, ഉദാഹരണത്തിന് റൂബി, എമറാൾഡ്, അതല്ലെങ്കിൽ ടർക്കോയ്സ്, ഇങ്ങനെയൊക്കെയുള്ള ടർക്കോയ്സ് ഇറാനിയൻ കല്ലാണ്. അതിന് പൊതുവെ അത്ര കുറച്ച് ഒരു കുറഞ്ഞ മീഡിയം റേഞ്ചിലുള്ള വിലയാണ്. കൂടിയ വില എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ ആഫ്രിക്കയിൽ നിന്നും സൗത്ത് ആഫ്രിക്കയിൽ നിന്നൊക്കെ ഇറക്കുമതി ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ശ്രീലങ്കയിൽ നിന്നൊക്കെ ഇറക്കുമതി ചെയ്യുന്ന റൂബി, ഇതിനൊക്കെയാണ്. പിന്നെ ടോപ്പാസ്, എമറാൾഡ്, ഇങ്ങനെയുള്ള കല്ലുകളുണ്ട്. അത് നല്ല കല്ലാണെങ്കിൽ ചിലപ്പോൾ തിരിച്ചു കൊടുത്താൽ വില കിട്ടും. മിക്കവാറും ഈ എത്ര ഉണ്ട് അതിന് ക്വാളിറ്റി ഉണ്ടെന്നൊന്നും അറിയാത്ത കല്ലുകളൊക്കെയാണ് പലപ്പോഴും വിൽക്കുന്നത്. പിന്നെ എന്തെങ്കിലുമൊക്കെ കല്ലുകൾ വെച്ച് വാങ്ങിക്കുന്നവർക്ക് കല്ലിനെ കുറിച്ചൊന്നും അറിയില്ല. കാറ്റ്സായി ഉണ്ട്, കണ്ടമാനം കല്ലുകളുണ്ട്. അപ്പോൾ ഏതെങ്കിലുമൊക്കെ കല്ലുകൾ വെച്ച് കൊടുത്ത് ഈ തിരിച്ചു കൊണ്ട് കൊടുക്കുമ്പോൾ ഇതിനൊന്നും വില കിട്ടില്ല. സ്വർണത്തിനും ഇത് തന്നെയാണ് സ്ഥിതി. സ്വർണം ഈ കല്ലുകൾ എന്തെങ്കിലും ഇമിറ്റേഷൻ കല്ലുകളാണ് വയ്ക്കുക. ഈ വില കൂടിയ കല്ലുകളൊന്നും ഇതിനകത്ത് വയ്ക്കുന്നത്. വില കൂടിയ കല്ല് കിട്ടണമെങ്കിൽ നമ്മൾ ഡയമണ്ടായിട്ട് തന്നെ വാങ്ങിക്കണം. അപ്പോൾ ഇത് തിരിച്ചു കൊടുക്കുമ്പോൾ നമുക്കൊന്നും കിട്ടുന്നില്ല. അതൊരു കച്ചവടം അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി ചെയ്യുമ്പോഴത്തെ കാര്യമാണ് നമ്മൾ പറയുന്നത്. ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയാണ് ചെയ്യുന്നതെങ്കിൽ ഈ ജ്വല്ലറി രൂപത്തിലുള്ളത് വാങ്ങിക്കഴിഞ്ഞാലത്തെ ഒരവസ്ഥയാണ് ഇപ്പോൾ നമ്മൾ പരിശോധിക്കുന്നത്. ഇത് പലരും ചിന്തിക്കുന്നില്ല. കൂടാതെ ഉപഭോക്താക്കളെ വശീകരിക്കാൻ ബാങ്കുകളുമായി ചേർന്ന് സ്വർണ്ണക്കടക്കാർ പലിശരഹിത തവണ വ്യവസ്ഥകളും ഏർപ്പാട് ചെയ്യുന്നുണ്ട്. പലിശരഹിത തവണ വ്യവസ്ഥകളാണ് ഇപ്പോൾ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ. പ്രത്യേകിച്ചും മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലൊക്കെ വലിയ അട്രാക്ഷൻ നാട്ടിലുണ്ടെന്ന് തോന്നുന്നുണ്ട്. വലിയ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ തവണ വ്യവസ്ഥകളാണ്. ഈ തവണ വ്യവസ്ഥ പലപ്പോഴും 4-5 തവണ മാത്രമേ കാണൂ. ഏതെങ്കിലും കാരണവശാൽ തവണകൾ അധികരിച്ചാൽ ബാങ്കുകാർ ഉയർന്ന തോതിൽ പലിശ ഈടാക്കുകയും ചെയ്യും. കാരണം ഇപ്പോൾ ഒരു അടവ് തെറ്റി, അതല്ലെങ്കിൽ ഇവർക്ക് ഈ അടവിനുള്ളിൽ അടച്ചു തീരില്ല, മറ്റെന്തെങ്കിലും സാമ്പത്തിക ആവശ്യങ്ങൾ വന്നു, എല്ലാ മാസം ഈ കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് കൊടുക്കുന്ന ആൾക്കാരാണ് കൂടുതലും. അധികം ബിസിനസ്സുകാർ ഈ രീതിയിൽ അങ്ങനെ വാങ്ങിക്കില്ല, കുറവായിരിക്കും. അത് സമയത്ത് ഈ ജോലിക്കാരാണ് ഇങ്ങനെ വാങ്ങിക്കുന്നത്. ജോലിക്കാർ വാങ്ങുമ്പോൾ എന്തെങ്കിലും കാരണവശാൽ ഇപ്പോൾ അത് സമയത്തിന് അടയ്ക്കാൻ പറ്റിയില്ല, അപ്പോൾ അത് നീണ്ടുപോകും. അപ്പോൾ അത് ബാങ്കുകാർ പിന്നെ അത് വലിയ തോതിൽ ഇൻട്രസ്റ്റ് വാങ്ങിക്കാനുള്ള ഒരു ഏർപ്പാടിലേക്ക് മാറും. പക്ഷേ ഈ ഒരു രീതിയിൽ സ്വർണം വാങ്ങിക്കുന്ന ഒരുപാട് ആളുകളൊക്കെ നമുക്കറിയാം. ഇത്തരം ട്രാപ്പുകളിലൊന്നും പെടാതിരിക്കാൻ നിരവധി സംവിധാനങ്ങൾ ആധുനിക കാലത്ത് നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അതെന്താണെന്ന് നോക്കാം. ഒന്ന്, സോവറിൻ ഗോൾഡ് ബോണ്ട്. എന്താണ് സോവറിൻ ഗോൾഡ് ബോണ്ട്? ഇത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സ്വർണ്ണ ബോണ്ടാണ്. ഇത് വിൽക്കുമ്പോൾ അന്നത്തെ വിലയനുസരിച്ച് നമുക്കതിൻ്റെ വില ലഭിക്കും. അതിലൊന്നും നഷ്ടപ്പെടുന്നില്ല. പണിക്കൂലിയോ കല്ല് നഷ്ടമോ മറ്റോ വരുന്നില്ല. കൂടാതെ വർഷത്തിൽ 3% പലിശയും സർക്കാർ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഇപ്രകാരം ക്രയവിക്രയം ചെയ്യുമ്പോൾ ഉപഭോക്താവിന് നേരത്തെ സൂചിപ്പിച്ച നഷ്ടങ്ങൾ ഉണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല, ന്യായമായ ലാഭവിഹിതം പൂർണ്ണമായും ഉപഭോക്താവിന് അവന് ലഭിക്കുകയും ചെയ്യും. കാരണം മറ്റു നഷ്ടങ്ങളൊന്നും വരാനില്ല. പണിക്കൂലിയില്ല, പണിക്കുറവ്, സ്വർണത്തിൻ്റെ മാറ്റം കുറയുന്നുണ്ടെന്ന് പറയില്ല, ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അതിനകത്ത്. അപ്പോൾ അതിൻ്റെ പൂർണ്ണമായിട്ടും നമുക്കതിൻ്റെ ലാഭം ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ട്രേഡ് പോലെ ചെയ്യാവുന്ന വേറെ രീതികളുണ്ട്. നമുക്ക് അതിനെക്കുറിച്ച് പറയാം. ഇപ്പോൾ തന്നെ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റാണ് ഗോൾഡ് സോവറിൻ ബോണ്ട് എന്നൊക്കെ പറയുമ്പോൾ അതിന് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് ഇടാനാണ് നമുക്ക് പറ്റുക. അതല്ലാതെ ഒരു 2-3 വർഷത്തേക്കൊക്കെ, അതല്ലാതെ നമുക്ക് ദൈനംദിന ട്രേഡേഴ്സിനോ അല്ലെങ്കിൽ സ്വിംഗ് ട്രേഡ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ അതേ രൂപത്തിൽ തന്നെ നമുക്ക് ETF ചെയ്യാം. ETF എന്ന് വെച്ചാൽ ഗോൾഡിൻ്റെ ETF എന്ന് പറഞ്ഞാൽ എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടാണ്. അപ്പോൾ ഈ ഗോൾഡ്, ഈ കമ്മോഡിറ്റി എക്സ്ചേഞ്ചിൽ ഗോൾഡ്, അതുപോലെ തന്നെ സിൽവർ, ഇതെല്ലാം ബിസിനസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഇത്തരം എക്സ്ചേഞ്ചുകളുടെ ഈ ഫണ്ട് ഉപയോഗിച്ചാണ് ഇത്തരം ഇത് നടത്തുന്നത്. ഈ AMC തന്നെ നടത്തുന്നത്, HDFC ഉണ്ട്, കൊട്ടാക്ക്
എന്ന് പറയുമ്പോൾ കൊട്ടാക്ക് എന്ന് പറയുമ്പോൾ കൊട്ടാക്ക് മഹീന്ദ്ര ബാങ്കാണ്. അത് മഹീന്ദ്ര കാറുകൾ നിർമ്മിക്കുന്ന അതേ കമ്പനിയാണ്. അതുപോലെ തന്നെ വേറെയും കുറേ സ്ഥാപനങ്ങളുണ്ട്, ICICIയുടെ ഒക്കെ ഉണ്ട്. ഇവരെല്ലാം ഗോൾഡ് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ റിലയൻസിൻ്റെ ഉണ്ട്. അതാണ് ഗോൾഡ് പീസ്. അപ്പോൾ നമുക്ക് അതിലേക്ക് കൂടുതൽ നോക്കാം. താല്പര്യമുള്ള ആളുകൾക്ക് അത് തീർച്ചയായിട്ടും അത് ഗുണം ചെയ്യും. ഇങ്ങനെ മറ്റ് നഷ്ടങ്ങൾ ഉണ്ടാവില്ല. അതൊരു ലാഭകരമായിട്ടുള്ള ബിസിനസ് തന്നെ ചെയ്യാം. സസ്റ്റൈനബിലിറ്റി ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ മറ്റ് നഷ്ടങ്ങൾ എന്ന് വെച്ചാൽ മാർക്കറ്റിൻ്റെ ഫ്ലക്ച്വേഷൻ ഉണ്ടാവില്ല. സ്വർണത്തിൻ്റെ അതേ വില തന്നെയാണ് സ്വർണ്ണ ETF-കൾക്ക് കണക്കാക്കിയിരിക്കുന്നത്. ഉപഭോക്താവിന് വാങ്ങാനുള്ള സൗകര്യത്തിന് വേണ്ടി 1 ഗ്രാമിനേക്കാൾ കുറഞ്ഞ പോർഷൻ ആക്കിയിട്ടുണ്ട്. നേരത്തെ അത് 1 ഗ്രാമിനൊക്കെയാണ് കണക്കാക്കിയിരുന്നത്, അതൊരു പവനൊക്കെയാണ് കണക്കാക്കിയിരുന്നത്. അപ്പോൾ അതൊന്നും സാധാരണ ആളുകൾക്ക് അങ്ങനെ വാങ്ങിക്കാൻ പറ്റില്ല. അപ്പോൾ അത് പിന്നീട് ഗ്രാമാക്കി. ഈ ഗ്രാമും കുറച്ചിട്ട് ഇപ്പോൾ അതിനേക്കാൾ കുറഞ്ഞ തോതിൽ എല്ലാ ആളുകൾക്കും വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ഒരു ചെറിയ പോർഷനൊക്കെ കണക്കാക്കിയിട്ടുണ്ട്. അത് നമുക്ക് മാർക്കറ്റിന് ഇതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിലൂടെ ചെറു നിക്ഷേപകർക്കും ട്രേഡേഴ്സിനും ഈസിയായി ബിസിനസ് ചെയ്യാം. ഇത് ഒരു ബിസിനസ്സായിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്നത്. സ്വർണ്ണമായതുകൊണ്ട് മറ്റ് സ്റ്റോക്കുകൾക്ക് ഉണ്ടാകുന്ന അതുപോലെ വൊളാറ്റിലിറ്റി ഇത്തരം ETF-കൾക്ക് ഉണ്ടാകാറില്ല. അതുകൊണ്ട് തന്നെ പണം നഷ്ടപ്പെടുമെന്ന പേടിയും വേണ്ട. സ്വർണം വാങ്ങി സൂക്ഷിക്കുന്നത് പോലെ തന്നെയാണ് ഇതും. വിൽക്കുമ്പോൾ പണിക്കൂലിയോ കല്ല് നഷ്ടമോ ഒന്നും ഇവിടെയും സംഭവിക്കുന്നില്ല എന്ന് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചല്ലോ. പിന്നെ മാർക്കറ്റിൽ ലൈവായി ബിസിനസ് നടക്കുന്നതുകൊണ്ട് ഡിമാറ്റ് അക്കൗണ്ടുള്ള ആർക്കും മാർക്കറ്റ് പ്രവർത്തന സമയത്ത് എപ്പോൾ വേണമെങ്കിലും വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യാം. അതായത് ഒരു ഓൺലൈൻ അക്കൗണ്ട്, ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഷെയർ മാർക്കറ്റിൽ നമുക്ക് അക്കൗണ്ടുള്ള അതേ അക്കൗണ്ട് തന്നെ ആ അക്കൗണ്ടിൽ തന്നെ വെച്ച് ചെയ്യാം. അതില്ലാത്ത ആൾക്കാർക്ക് ഇതുപോലെ ഒരു ഡിമാറ്റ് അക്കൗണ്ട് തുടങ്ങിയിട്ട് ലൈവായിട്ട് മാർക്കറ്റിൽ ഇപ്പോൾ എന്താണ് സ്വർണത്തിൻ്റെ വില, ഇന്നത്തെ വില, ഈ സമയത്തെ വില എന്താണെന്ന് നോക്കിയിട്ട് ആ വിലക്കനുസരിച്ച് നമുക്ക് വാങ്ങുകയോ കൂടുതൽ വാങ്ങുകയോ അല്ലെങ്കിൽ വിൽക്കുകയോ ഒക്കെ ചെയ്യാം. അതാണ് അതിൻ്റെ ഒരു സവിശേഷത. എല്ലാം ഓൺലൈനിൽ ഒരു വിരൽത്തുമ്പിൽ നമുക്ക് ചെയ്യാം. വിൽക്കാൻ വേണ്ടി കടകൾ കയറി ഇറങ്ങേണ്ടതില്ല. ബില്ലുകൾ ആരും ചോദിക്കാറില്ല. സ്വർണത്തിന് മാറ്റു കുറവാണെന്ന് കച്ചവടക്കാരൻ പറയില്ല. ആഭരണ രൂപത്തിൽ സ്വർണം വാങ്ങിക്കുന്നവർ പരമ്പരാഗത രീതി ഇനിയെങ്കിലും ഉപേക്ഷിക്കേണ്ടിയിരിക്കുന്നു. ആഭരണങ്ങൾ വളരെ അത്യാവശ്യത്തിന് മാത്രം വാങ്ങിക്കുക. നിക്ഷേപത്തിനായി മേൽപ്പറഞ്ഞ ഡിജിറ്റൽ ഗോൾഡ് നിക്ഷേപ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതാണ് ഗുണകരമാവുക. അതിലൂടെ തീർച്ചയായും നിങ്ങൾക്ക് നല്ല ലാഭം ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് ഇതുവരെയുള്ള അതിൻ്റെ ഹിസ്റ്ററി ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾക്ക് ലഭിക്കേണ്ടതായ ന്യായമായ ലാഭവിഹിതം ഒരു സ്വർണ്ണക്കടക്കാരൻ കവർന്നെടുക്കാനുള്ള ഇടവരുന്നുമില്ല. ഏതൊക്കെ ഗോൾഡ് ETF-കൾ ഷെയർ മാർക്കറ്റിലൂടെ ലഭ്യമാണെന്ന് നോക്കാം. അതായത് HDFCയുടെ ഗോൾഡ് ETF ഉണ്ട്. ഇതൊക്കെ 100 രൂപയുടെ താഴേക്കുള്ള പോർഷനാക്കിയിട്ടാണ് ഇപ്പോൾ വിൽക്കുന്നത്. അതിന് ചിലപ്പോൾ 100 രൂപയിൽ കൂടും. ഇപ്പോഴത്തെ റേഞ്ചാണത്. അത് അങ്ങോട്ട് ചെറിയ മാറ്റങ്ങൾ വരും. സ്വർണ്ണത്തിൻ്റെ വില കൂടുന്നതിനനുസരിച്ച് കുറച്ച് കൂടും, കുറച്ച് കുറയുന്നതിനനുസരിച്ച് കുറയും. അപ്പോൾ ഏതൊരാൾക്കും കൂടുതൽ ക്വാണ്ടിറ്റി വാങ്ങിക്കാൻ പറ്റും. കൂടുതൽ ക്വാണ്ടിറ്റി വാങ്ങിക്കുമ്പോൾ അതിൻ്റെ അപ്രീസിയേഷൻ സ്വാഭാവികമായിട്ട് കൂടും. അതിൻ്റെ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ അത് പിന്നീട് നമുക്ക് അടുത്തൊരു അധ്യായത്തിൽ മനസ്സിലാക്കാം. പ്രഥമ ദൃഷ്ടി അങ്ങനെ തോന്നില്ലെങ്കിലും വസ്തുത്തിൽ അങ്ങനെയുണ്ട്. കൂടുതൽ വാങ്ങിക്കാനും കഴിയും. പിന്നെ ഗോൾഡ് പീസ് എന്ന് പറഞ്ഞാൽ റിലയൻസിൻ്റെ തന്നെയാണ്. അത് ഗോൾഡ് പീസും ഇതുപോലെ തന്നെ ഗോൾഡ് ETF-ആണ്. പിന്നെ കൊട്ടാക്ക് ഗോൾഡ് ETF. ഇത്തരം ഗോൾഡ് ETF-കളൊക്കെ നിങ്ങൾക്ക് നോക്കിയിട്ട് ഏതോ താല്പര്യം എന്ന് വെച്ചാൽ അതെല്ലാം വാങ്ങിക്കാവുന്നതാണ്. കൊട്ടാക്ക് ബാങ്കിൻ്റെ ഒക്കെ നേരെ അരപ്പവനൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു. 1 പവൻ എല്ലാ AMC-കാരും ചെയ്യുന്ന സമയത്ത് കൊട്ടാക്കിൻ്റെ അരപ്പവൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ മാറി, ആ ലെവലിൽ മാറി ഇപ്പോൾ വീണ്ടും ചെറിയ പോർഷനിലേക്ക് മാറ്റിയപ്പോൾ എല്ലാവരും അതേ ലെവലിലേക്ക് മാറി. ഇങ്ങനെ ഏതാനും ഗോൾഡ് ETF-കൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ലഭ്യമാണ്. മാർക്കറ്റിൽ സ്വർണത്തിൻ്റെ വില കുറയുന്ന മുറയ്ക്ക് കുറേശ്ശെയായി വാങ്ങിച്ച് നന്നായി വില കൂടുമ്പോൾ ഒന്നിച്ചോ ഭാഗികമായോ വിറ്റ് ലാഭമെടുക്കാം. അതല്ലെങ്കിൽ ദീർഘകാലത്തേക്ക് സൂക്ഷിക്കാം. സ്വർണമായതുകൊണ്ട് മറ്റ് സ്റ്റോക്കുകൾ വാങ്ങിക്കുന്നത് പോലെ അതിൻ്റെ ഫണ്ടമെൻ്റൽ കണ്ടുപിടിക്കാൻ മെനക്കിടേണ്ടതുമില്ല. ഇതൊക്കെയാണ് നമുക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളത്. അപ്പോൾ ആഭരണം വാങ്ങിക്കുന്ന അബദ്ധങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നതാണ് കൂടുതൽ ഉചിതമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ആഭരണങ്ങൾ വളരെ അത്യാവശ്യം മാത്രം വാങ്ങിക്കുക. നമ്മുടെ മലയാളികളാണ് ഏറ്റവും കൂടുതൽ സ്വർണം ഉപയോഗിക്കുന്നത് എന്നാണ് ഇതിൻ്റെ ഒരു കണക്കുകൾ പറയുന്നത്. അതാണല്ലോ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ഏറ്റവും കൂടുതൽ ജ്വല്ലറി ഉടമകളുള്ളതും കേരളത്തിൽ നിന്നാണ്. ഈ
കേരളത്തിലാണെങ്കിലും വിദേശ രാജ്യങ്ങളിലാണ്. അത് ഒരു വസ്തുതയാണ്. അപ്പം ഇത്രയൊക്കെയാണ് ഇതിൽ പറയാനുള്ളത്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും. എന്നെ എല്ലാവരും ഷെയർ ചെയ്യുക. ഒരു സാമ്പത്തിക സാക്ഷരതാ യജ്ഞത്തിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ എല്ലാവരുടെയും സഹകരണമാണോ, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അറിയിക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. വീണ്ടും ഒരു വീഡിയോ ആയി വരുന്നവരെ നന്ദി, നമസ്കാരം. ഞാൻ നിങ്ങളോടൊപ്പം പുന്നയൂർകുളം സൈനിങ് ഓഫ്.